സർവലോകൈകനാഥം ഗജാനനം ഭൂതഗണാതിസേവിതം കപിത്തജംബൂഫലസാരഭക്ഷിതം ഉമാസുതം ശോകവിനാശകാരണം നമാമി വിഘ്നേശ്വരപാദം. ജയ് കുമ്പളി. ആഗസ്റ്റ് 20 എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ദിവസമാണ്. കൊങ്ങിണി ഭാഷ സംസാരിക്കുന്ന എല്ലാവർക്കും വളരെ പ്രധാനപ്പെട്ട ദിവസമാണ്. കാരണം 1992 ആഗസ്റ്റ് 20 തീയതിയാണ് കൊങ്ങിണി ഭാഷ 8ാം ഷെഡ്യൂളിൽ പെടുത്തിയത്. അതായത് 71ാം അമെൻഡ്മെന്റ് അനുസരിച്ചിട്ട് ഭരണഘടനയുടെ 71ാം അമെൻഡ്മെന്റ് അനുസരിച്ചിട്ട് 8ാം ഷെഡ്യൂളിൽ പെടുത്തുകയും അങ്ങനെ 22 ഷെഡ്യൂൾ ഭാഷകളിൽ കൊങ്ങിണി ഭാഷ പെടുകയും ചെയ്തു. അപ്പോൾ അതിൻ്റെ എല്ലാ ആനുകൂല്യങ്ങളും കൊങ്ങിണി ഭാഷയ്ക്ക് കിട്ടും. അതിനുശേഷം ഇന്ന് 33 വർഷങ്ങൾക്ക് ശേഷം ഇന്ന് പാർലമെന്റിൽ കൊങ്ങിണി ഭാഷ സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ അത് ഓട്ടോമാറ്റിക്കായിട്ട് ട്രാൻസ്ലേഷൻ നടക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. അങ്ങനെ ലോകത്ത് മൊത്തം ഒരു 30 ലക്ഷം ആളുകളെ സംസാരിക്കുന്നുള്ളൂ എങ്കിലും വളരെ ന്യൂനപക്ഷമാണെങ്കിലും ഇന്ത്യയിൽ അങ്ങനെ എല്ലാ ന്യൂനപക്ഷങ്ങളെയും ഉൾക്കൊണ്ടുകൊണ്ട് ഈ ഭാഷയ്ക്ക് ഇത്ര പ്രാധാന്യം കിട്ടുന്നു എന്നുള്ളത് വളരെ നമുക്കെല്ലാം സന്തോഷം നൽകുന്ന ഒരു കാര്യമാണ്. ഇനിയാണെങ്കിൽ ലിപിയിൽ മാത്രമേ നമ്മൾ എഴുതാൻ പാടുള്ളൂ. അങ്ങനെയാണെങ്കിൽ 8ാം ഷെഡ്യൂളിൽ പെടുത്തു എന്നുള്ള ഒരു നിർബന്ധത്തോടു കൂടിയാണ് 92-ൽ രാജീവ് ഗാന്ധി പ്രധാനമന്ത്രിയായിരിക്കുമ്പോൾ അങ്ങനെ ഒരു സംവിധാനം ഉണ്ടായി. അങ്ങോളം ഇങ്ങോളം കൊങ്ങിണി ഭാഷ സംസാരിക്കുന്ന അല്ലെങ്കിൽ മാതൃഭാഷയായിട്ടുള്ളവരെ എഴുതാനും വായിക്കാനും പഠിപ്പിക്കുകയും അവരെ സാക്ഷരരാക്കാനുള്ള വലിയ ഉദ്യമത്തിന് സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് വലിയ പിന്തുണയാണ് കിട്ടുന്നത്. അപ്പോൾ അത് പ്രത്യേകം ഞാൻ മേയർ കൂടിയുള്ള അവസരത്തിൽ പറയാൻ ആഗ്രഹിക്കുന്നുണ്ട്. അദ്ദേഹത്തെ ഈ യോഗത്തിലേക്ക് ഞാൻ പ്രത്യേകം സ്വാഗതം ചെയ്യുന്നു. ഇവിടെ ഒരു കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് ജേതാവാണ്. ഈ ഘട്ടത്തിൽ മേയറോട് ആ ഒരു കാര്യം കൂടി ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു. കാരണം ഭാരത് ഭാസ്കർ യോഗത്തിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യുന്നു. ഇവിടെ അഗ്നിസാക്ഷി എന്ന ലളിതാംബിക അന്തർജനത്തിന്റെ പുസ്തകം മലയാളത്തിലെ കൊങ്ങിണി ഭാഷയിലേക്ക് അദ്ദേഹം തർജ്ജിമ ചെയ്തു. കേരള കൊങ്ങിണി അക്കാദമി ചെയർമാൻ PN കൃഷ്ണൻ ഈ യോഗത്തിലുണ്ട്. കൊച്ചിയിലാണ് ഇവിടെ പറയുന്നത്. അതായത് ഗ്രന്ഥകർത്താവ് എന്നുള്ള എനിക്ക് ശ്രീകലാ സുഖാദിയാക്കമ്പത്താണ്. എന്തായാലും പ്രധാനപ്പെട്ട ആളുകൾ പരിചയപ്പെടാൻ വിട്ടുപോയി. G. മോഹനറാവുവാണ്. ഇവിടെ തൊട്ടടുത്ത കോളേജിൽ പ്രൊഫസറായിട്ട് മഹാരാജാസ്. ഈ യോഗത്തിലേക്ക് പ്രത്യേകം ഞാൻ സ്വാഗതം ചെയ്യുന്നു. ഒരു റിക്വസ്റ്റ് മാത്രമേ, ഈ ഭാഷ സംസാരിക്കുന്ന മാതൃഭാഷ സംസാരിക്കുന്ന കൊങ്ങിണി മാതൃഭാഷയായിട്ടുള്ള ആളുകളെ സാക്ഷരരാക്കാൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധയും താല്പര്യം എടുക്കണമെന്നും വിനീതമായി ഒരിക്കൽ കൂടി ആഘോഷിക്കുന്നത്. കാര്യം ആ ചടങ്ങ് എന്ന് വെച്ചാൽ അന്ന് നടക്കുന്ന ആ ചടങ്ങ് വളരെ പ്രമുഖമാണ്. ഇതോപ്രഥമമായി അക്കാദമിയുടെ ആഭിമുഖ്യത്തിൽ പ്രസിദ്ധീകരിക്കുന്ന ഒരു പുസ്തകമാണിത്. അതിനെക്കുറിച്ച് പറയുമ്പോൾ 1-2 കാര്യം അക്കാദമിയെ കുറിച്ച് പറയാനുണ്ട്. അതുകൂടി പറഞ്ഞിട്ട് വിഷയത്തിലോട്ട് കിടക്കാം. ഒന്നാം പിണറായി വിജയൻ സാറിൻ്റെ മുഖ്യമന്ത്രിയായിരുന്ന സമയത്ത് ആണ് ഈ കൊങ്ങിണി സാഹിത്യ അക്കാദമി എന്താണെന്ന് ഈ കൊങ്ങിണി സമൂഹം അറിയുന്നത്, കേരളത്തിലെ ജനങ്ങൾ അറിയുന്നത്. അന്ന് മുതൽ ചാർജ് എടുത്ത് പ്രവർത്തിക്കുന്ന ഒരു നല്ല രീതിയിൽ, അതായത് കൊങ്ങിണി സാഹിത്യ അക്കാദമി എന്നുള്ള പേര് അന്വർത്ഥമാക്കത്തക്ക വിധം പ്രവർത്തിച്ചു വരുന്ന പരിപാടി ഇത്. പക്ഷെ ആ കാലഘട്ടത്തിൽ ഏറ്റവും നല്ല രീതിയിൽ ഈ സമൂഹം
ഉണ്ടായിരുന്നത്. അങ്ങനെയാണ് ആദ്യത്തെ ജീവൽ സാഹിത്യ പ്രസ്ഥാനം എടപ്പള്ളിയിൽ നടന്നത്. എടപ്പള്ളി കേരളത്തിന്റെ തിലകക്കുറിയാണ്, അധ്യക്ഷൻ ഇഷ്ടപ്പെട്ടാലും ഇല്ലെങ്കിലും. അപ്പൊ തമാശ പറഞ്ഞാണ്, കാരണം അധ്യക്ഷൻ ഇടയ്ക്കിടയ്ക്ക് ശ്രീപത്മനാഭൻ തിരുവനന്തപുരം മേഖലയൊക്കെ കടന്നു വന്നുകൊണ്ട് തിരുവനന്തപുരത്താണ് തലസ്ഥാനം എന്നൊക്കെ അദ്ദേഹം ഇടയ്ക്കിടയ്ക്ക് ഓർമ്മിപ്പിക്കുന്നത് കൊണ്ട് അധ്യക്ഷൻ എങ്ങനെ ഇവിടെ എത്തിയെന്നും കൂടി ഞാൻ പറയാം ഈ പരിപാടിക്ക്. അപ്പൊ എന്തുകൊണ്ടാണ് ഞാൻ ഇവിടെ വരുന്നതെന്ന് വെച്ചാൽ, നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഒരു മേയർ, ഒരു ഭരണകർത്താവ് സൗഹാർദ്ദപരമായി തന്നെ സംസാരിക്കണം എന്നുള്ളതാണ്. എന്റെ പക്ഷം അതാണ്. ഇവിടെ ഇരുന്ന എല്ലാ മേയർമാരും അങ്ങനെയായിരുന്നു. അതിനൊരു ഇടർച്ചയുണ്ടായി ബ്രഹ്മപുരം സംഭവത്തിൽ. ഞാൻ ആളുടെ പേരൊന്നും പറയുന്നില്ല. വളരെ രൂക്ഷമായി എന്റെ കാലത്ത് എല്ലാം ഭയങ്കര സംഭവമായിരുന്നു. നിങ്ങളാണ് ആളുകൾ തന്നെ അത് പറയുമ്പോൾ പുച്ഛിക്കും. പണ്ട് മേയർമാർ ആരും ഒന്നും മിണ്ടാറില്ല. ഈ താങ്കളിപ്പോ എന്നെ കുറിച്ച് പറഞ്ഞില്ലേ, കേരളം കണ്ടിട്ടുള്ള ഏറ്റവും പ്രഗത്ഭനായ മേയറാണ് ശ്രീ കെ ബാലചന്ദ്രൻ. ഇരിക്കുന്ന ആളോട് ചോദിച്ചാൽ മതി, അറ്റത്തിരിക്കുന്ന നമ്മുടെ നായികനോട് ചോദിച്ചാൽ മതി. പക്ഷെ അദ്ദേഹം ഒരിക്കലും അദ്ദേഹത്തിന്റെ ഭരണകാലത്തിന് ശേഷം തിരിച്ചു വന്നിട്ട് ഇപ്പോഴത്തെ മേയർമാരൊന്നും ഒരു കാശിന് കൊള്ളില്ല എന്ന് പറഞ്ഞിട്ടില്ല. സത്യം അതാണെങ്കിലും ഞാൻ ഉൾപ്പെടെ ഇരിക്കുന്നതിന്റെ മഹാത്മ്യത്തിന്റെ പേരാണ് മേയർ എന്ന് പറയുന്ന സ്ഥാനം. ആ കസേരയിൽ ആർക്കും ഇരിക്കാം, പക്ഷെ ആ കസേരയുടെ വലിപ്പം എന്താണെന്ന് മനസ്സിലാക്കാതെ ഇരുന്നാൽ കുറച്ച് കഴിയുമ്പോൾ നമ്മുടെ ഹംസക്കുഞ്ഞ് പണ്ട് കൗൺസിലിൽ പറയും, ഞാൻ മേയർ പറഞ്ഞാൽ അവിടെ ഇരിക്കും. എന്നോടല്ല കേട്ടോ, ഞാൻ അങ്ങനെ ഒരു അവസരം അദ്ദേഹത്തിന് ഒരിക്കലും ഉണ്ടാക്കില്ല. അദ്ദേഹം മരണപ്പെട്ടു പോയി. പക്ഷെ ആ കസേരയോട് എനിക്ക് ബഹുമാനം ഉണ്ടെന്ന് പറയുന്നതിന്റെ മലയാളം എന്ന് പറഞ്ഞാൽ കൊങ്ങിണി അത് തന്നെയാണ്. നിന്നെ കൊണ്ടൊരു കാശിന് കൊള്ളൂല, പിന്നെ ഞാൻ കസേര നോക്കിയിട്ട് നീ പറഞ്ഞ അനുസരിക്കണമെന്നാണ് എന്റെ വ്യംഗ്യാർത്ഥം എന്നുള്ളത് അദ്ദേഹത്തിന് പ്രധാനമാണ്. അപ്പൊ എന്റെ വീട്ടിൽ എന്റെ അച്ഛൻ ഒരുപാട് പുസ്തകങ്ങളുടെ ഒരു കളക്ഷൻ ഉണ്ടായിരുന്നു. അതിൽ ഐതിഹ്യമലയം ഉണ്ടായിരുന്നു, കൊട്ടാരത്തിൽ ശങ്കുണ്ണിയുടെ. അപ്പൊ ഞാൻ ധരിച്ചത് ഈ ഐതിഹ്യം ഇങ്ങനെ കുറെ വായിക്കാൻ എന്താണ് ഇരിക്കുന്നത് എന്ന് വിചാരിച്ച് ഞാനത് വിട്ടുകളഞ്ഞു. അതൊരു അബദ്ധം പറ്റി. അപ്പൊ മനോരമക്കാർ ഇത് നടത്താൻ തീരുമാനിച്ചപ്പോൾ ഇപ്പോഴാണ് ഞാൻ മനസ്സിലാക്കുന്നത് അവരാണ് ആദ്യത്തെ പ്രസിദ്ധീകരിച്ചത്. അവര് പുതുക്കിയ അവരുടെ പ്രസിദ്ധീകരണം കൊണ്ടുവന്ന് എനിക്ക് അതിന്റെ ഒരു വാള്യം തന്നപ്പോൾ ഒരിക്കലും അവസരം കിട്ടിയപ്പോൾ വായിച്ചു. ഐതിഹ്യമാല വായിക്കുന്നതിന് തൊട്ട് മുമ്പ് ഞാൻ വായിച്ച പുസ്തകം ഗൗരിയമ്മയുടെ ആത്മകഥയാണ്. അപ്പോ ഗൗരിയമ്മ പാർട്ടിയിൽ നിന്ന് പുറത്തായ വലിയോ എന്നുള്ളതൊന്നും എനിക്ക് പ്രശ്നമല്ല. ഞാൻ ഗൗരിയമ്മയെ കാണുന്നതും ഗൗരിയമ്മ ജീവിച്ച സാഹചര്യങ്ങളും എല്ലാ മനുഷ്യരും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഗുണവും ദോഷവും ഒക്കെ ഉണ്ട് അല്ലെ, എല്ലാം കൂടി ചേരുന്നതാണ് നമ്മുടെ ജീവിതം എന്ന് പറയുന്നത്. അവർക്ക് ഇത് സിനിമ ഭയങ്കര ഇഷ്ടമായിരുന്നു. ഞങ്ങളുടെ പാർട്ടി ഓഫീസിന്റെ ആഫീസ് സെക്രട്ടറി ഈ ഇവിടെ ഇരിക്കുന്ന നായിക്കിനെ പോലെ ഒരു സഹൃദയനല്ലായിരുന്നു. കുറച്ച് കുസൃതിയൊക്കെ ഒരാളായിരുന്നു. സുരേഷ് പേര് പറയണ്ടല്ലോ, ഒരു ഭട്ടായിരുന്നു. അപ്പൊ ഞാൻ വളരെ മീശയൊന്നും മുളയ്ക്കാത്ത പ്രായത്തിൽ ചെല്ലുമ്പോ ഭട്ടിടയ്ക്ക് എന്നെ സ്കാൻ ചെയ്ത് എന്നെ പരമാവധി നിരുത്സാഹപ്പെടുത്തിയിട്ടുണ്ട്. പക്ഷെ ഞാൻ പിടിച്ചു നിന്നു. അന്നത്തെ ഏരിയ സെക്രട്ടറിയുടെ ഒക്കെ ബലത്തിൽ പിടിച്ചു നിന്നിട്ടാണ് ഞാൻ അവിടെ തായ്പകയും മറ്റു കാര്യങ്ങളൊക്കെ നോർത്തിൽ അവതരിപ്പിച്ചത്. ഞാൻ കണ്ട കൊച്ചിയിലെ ഏറ്റവും നല്ല ഡോക്ടർ പ്രഭു നിങ്ങളുടെ സമുദായക്കാരനാണ്. എന്റെ എല്ലൊടിഞ്ഞപ്പോൾ എന്നെ ചിരിച്ചുകൊണ്ട് എന്നെ സർജറി ചെയ്ത് എനിക്കൊരു വേദന പോലും തോന്നിക്കാതെ എനിക്ക് എല്ലാം ചെയ്തു തന്നത് ഇപ്പോഴും ഞാൻ മറക്കില്ല. എത്ര രോഗികളെ നിസാരമായ പൈസക്ക്, എന്റെ അളിയനെ വരെ ഒരു MRI സ്കാനിന് പോലും പോകാതെ ഇവൻ ഇന്ന അസുഖമാണ്, ഇവനെ എവിടെ കൊണ്ടുപോയാലും ഒന്നും ചെയ്യാനില്ല, അനിലിന്റെ പോക്കറ്റിലെ കാശ് കളയരുത് എന്ന് പറഞ്ഞ് എന്നെ ചികിത്സിച്ച ഡോക്ടർ സച്ചിദാനന്ദൻ നിങ്ങളുടെ സമുദായക്കാരനാണ്. കൊച്ചി നഗരത്തിലെ ഏറ്റവും വലിയ വസ്ത്രവ്യാപാര ശേഖരക്കാരനായ ഗോവിന്ദൻ, ജയലക്ഷ്മിയുടെ ഉടമസ്ഥൻ നിങ്ങളുടെ സമുദായക്കാരനാണ്. ഞാൻ അധ്യക്ഷൻ മനസ്സിലാക്കാൻ പറയുകയാണ്, ശരിയായ ഭാഷ പറഞ്ഞ സ്വാധീനിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ശക്തൻ തമ്പുരാൻ ചെയ്തത് തെറ്റായിരുന്നു, തിരുവിതാംകൂർ മഹാരാജാവ് ചെയ്തത് ശരിയായിരുന്നു എന്ന് ഞാൻ അതുകൊണ്ടാണ് പറഞ്ഞത്. ഇവിടെ നമ്മുടെ കുടുംബി സമൂഹത്തിന്റെ ആരുമില്ല. നിങ്ങളുടെ ഒപ്പം നിങ്ങളുടെ ജോലിക്കാരെ ഓക്കെ നിങ്ങളുടെ ഒപ്പം ജോലിക്കാരനായി വന്നവരാണ് മഹാരാഷ്ട്രയിൽ നിന്ന് അവരെന്നാണ് പറഞ്ഞത്. പക്ഷെ നിങ്ങൾ തമ്മിൽ എനിക്കൊരു വ്യത്യാസമുണ്ട്. നമ്മൾ ഇനി ഒരാളും കൂടി കണ്ടിട്ടോ. ഞാൻ തേവരക്കുളയിൽ ആദ്യമായിട്ട് എന്നെ കൊണ്ട് ഭവൻസിൽ ചേർക്കുമ്പോൾ ആദ്യമായിട്ട് എന്നെ പരിചയപ്പെടുത്തിയത് ഞങ്ങളുടെ ബസ്സിൽ സ്ഥിരമുള്ള ഒരാളുണ്ട്, ബജ്ജി. ഇപ്പോഴും ഞാൻ ബജ്ജിയുടെ കടയുടെ മുമ്പിൽ ചെല്ലുമ്പോൾ നമ്മളൊന്ന് നോക്കും. ഒരിക്കൽ മാത്രമേ ബജ്ജിയുടെ അടുത്ത് എന്നെ കൊണ്ട് ആക്കിയുള്ളൂ. പിന്നെ ബജ്ജി എന്നെ നോക്കിയിട്ടില്ല. അതിനെ നോക്കിയിരുന്നെങ്കിൽ അച്ഛനോട് ഒന്ന് ഒരുപാട് കുറ്റം പറയാനുണ്ടാവുമായിരുന്നു. അതിന് നിങ്ങൾക്ക് വേണ്ടി ഒരു നല്ല കൈയടി ഒരിക്കൽ കൂടി അടിക്കാം. പൊതുവെ നിങ്ങൾ സമാധാനപ്രിയരുമായിരുന്നു. പക്ഷേ നിങ്ങളും കുടുംബി സമൂഹം തമ്മിലുള്ള വ്യത്യാസമുണ്ട്. കാരണം എന്ന് വെച്ചാൽ ഞാൻ എല്ലാ ഇലക്ഷൻ നിൽക്കുമ്പോഴും ഗൗഡ സാരസ്വതര് എളമക്കരയിൽ വേറെ എന്തൊക്കെ രാഷ്ട്രീയമൊക്കെ ഉണ്ടെങ്കിലും ഒന്നാമത് കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പ് അധികം നോക്കണ്ടായില്ല. എനിക്കറിയാം വോട്ടൊക്കെ മാറുമ്പോഴേക്ക് എനിക്കറിയാം. നമ്മുടെ ഭൂരിപക്ഷം കാണുമ്പോൾ അറിയാലോ. പലപ്പോഴും എനിക്ക് വോട്ട് ചെയ്യാറുണ്ട്. ഇനി അത് അന്വേഷിച്ചാലും പോരുന്നുണ്ട് ആരൊക്കെ പാർട്ടി മാറി വോട്ട് ചെയ്തെന്നൊക്കെയുള്ള ആളില്ലേ. അപ്പോ ഇതൊക്കെ സ്വാഭാവികമായിട്ട് സംഭവിക്കാറുണ്ട്. കുടുംബി സമൂഹം എന്നും ഉറച്ചു നിന്നിട്ടുണ്ട്. എൻ്റെ ഒരു റോക്ക് പില്ലർ പോലെ പലപ്പോഴും. കാരണം അവർ വളരെ നിഷ്കളങ്കരായ മനുഷ്യരാണെന്നാണ് എൻ്റെ അഭിപ്രായം.
ഗൗഡ സഹോദരി പക്ഷേ ഞാൻ എറണാകുളത്തെ അസംബ്ലിയിൽ വന്ന് നിന്നു സഹോദരൻ. മറ്റെല്ലാ ജീവജാലങ്ങളിൽ നിന്നും വ്യത്യസ്തമാക്കുന്നത് രണ്ട് കാര്യങ്ങളിലാണ്. ഒന്ന്, മനുഷ്യൻ മാത്രമാണ് ജീവജാലങ്ങളിൽ പരസ്പരം സംസാരിക്കുകയും സംസാരിക്കുന്നത് എഴുതുകയും ചെയ്യുന്നത്. ഞാൻ പറഞ്ഞ ശ്രദ്ധിച്ചില്ല, ഇതാ എന്റെ വരികളല്ല കേട്ടോ, പുസ്തകത്തിലെ വരികളാണ്. എന്നാൽ നിങ്ങൾക്ക് തോന്നാം അങ്ങനെ സംസാരിക്കുന്ന മറ്റു ജീവജാലങ്ങൾ ഇല്ലേ എന്ന്. അടുത്ത വാചകമാണ്, ഉണ്ട്, തത്തമ്മ. പക്ഷെ തത്തമ്മയ്ക്ക് ഒരു കുഴപ്പമുണ്ട്, തത്തമ്മ പൂച്ച. ഇതങ്ങനെയല്ല. മനസ്സിൽ ചിന്തിക്കുന്ന ഒരു കാര്യം മറ്റൊരാളിലേക്ക് പകർത്താനുള്ള സംവേദനത്തിന്റെ ഭാഗമായി, അതിന്റെ മാധ്യമമായി ഒരു ഭാഷയെ വികസിപ്പിച്ചതാണ് മനുഷ്യ സമൂഹത്തിന്റെ ഒന്നാമത്തെ പ്രത്യേകത. ഇപ്പോഴും വിഭാഗീയത ഒരു സമുദായം വെവ്വേറെ നിൽക്കുന്നു, സംഘടനകൾ അതുപോലെ വെവ്വേറെ നിൽക്കുന്നു. അതല്ല നമ്മളെക്കുറിച്ച് പുറത്തുകൂടെ അവർ ധരിക്കുന്നത് നമ്മൾ എല്ലാം ഒന്നിച്ചുള്ള ഒരു വിഭാഗം ആണെന്നുള്ളതാണ്. അക്കാര്യങ്ങളൊക്കെ നമ്മൾ ഇനിയെങ്കിലും ശ്രദ്ധിക്കണം. നാം ഒരുമിച്ച് സംഘടിച്ച് പോയാലേ പല കാര്യങ്ങളും നേടാൻ സാധിക്കുകയുള്ളൂ. 1992 ഓഗസ്റ്റ് ഇന്ന ദിവസം തന്നെ ആണ് കൊങ്ങിണി ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂൻസിൽ ഭാരത ഭരണഘടനയിൽ മറ്റു ഭാഷകൾക്കൊപ്പം ഉൾപ്പെടുത്തിയത്. അത് അതുപോലെ പിന്നെ മറ്റു തിരുവനന്തപുരം ബ്രാഹ്മണർ, ശുദ്രാചെന്ന ഒരു വിഭാഗമുണ്ട്. 6 വിഭാഗങ്ങൾ കേരളത്തിലുണ്ട്. നമ്മൾ ഒറ്റക്കെട്ടായിരിക്കുന്ന ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കും. പ്രത്യേകിച്ച് നമ്മുടെ ഈ കൊങ്ങിണി സാഹിത്യ അക്കാദമികളിൽ ഇപ്പോഴുള്ള ഈ ഭരണസമിതി ഗോവിന്ദ നായ്മാൻ വളരെ എൻ്റെ സുഹൃത്താണ്. ഒരു വർഷങ്ങൾക്ക് മുമ്പ് അദ്ദേഹം തിരുവനന്തപുരത്ത് ക്ഷണിച്ച് അവരുടെ പരിപാടി ക്ഷണിച്ചിട്ടുണ്ട്. ഇപ്പോൾ നവീൻ കുമാർ വന്നപ്പോൾ ഈ ലിബറലായ എല്ലാവർക്കും തുല്യമായിട്ടുള്ള അവസരങ്ങൾ ഉണ്ടാകുന്നുണ്ട്. അപ്പോൾ ആ കാര്യങ്ങളൊക്കെ നാം മനസ്സിലാക്കി നമ്മൾ ഇന്ന് നാളെ ഈ ഗവൺമെൻറ് ഏതായിരിക്കും നമുക്ക് പറയാൻ പറ്റില്ല. ഉള്ള ആ സമയം നമ്മൾ ശരിക്കും വിനിയോഗിച്ച് എന്തൊക്കെ ചെയ്യാൻ പറ്റും. ടെക്സ്റ്റ് ബുക്കുകൾ തയ്യാറാക്കി വെച്ചിരുന്ന് ഇതുവരെ നമ്മൾ സ്കൂളുകളിൽ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പറ്റിയില്ല. 5ാം ക്ലാസ്സിലെ ടെക്സ്റ്റ് ബുക്ക് ദേവനാഗരി ലിപികളിൽ ഗവൺമെൻറ് തയ്യാറാക്കി വെച്ചിരുന്നു വർഷങ്ങൾക്ക് മുമ്പ്. അപ്പം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നായകനും അത് ശ്രീകലയുടെ സ്വഭാവത്തിലുള്ള ഒരു വിശേഷമാണെന്ന് ഞാൻ പറയുള്ളൂ. കാരണം എൻ്റെ സ്വഭാവം കൊണ്ട് അങ്ങനെ സംഭവിക്കാൻ യാതൊരു വഴിയുമില്ല. അപ്പൊ അങ്ങനെയുള്ള ഒരു വ്യക്തി സാഹിത്യ പ്രവർത്തക കൂടിയാണെങ്കിൽ, സാഹിത്യം എഴുതുന്ന ഒരു വ്യക്തി കൂടിയാണെങ്കിൽ തീർച്ചയായിട്ടും അത് സാഹിത്യത്തിന് മുതൽക്കൂട്ടിയെ ഉണ്ടാക്കുകയുള്ളൂ എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അതാണ് ശ്രീകലയെ ആദ്യമായി മലയാളത്തിൽ എഴുതാൻ പ്രേരിപ്പിച്ചത് എന്നാണ് എനിക്ക് തോന്നുന്നത്. ശ്രീകല മലയാളത്തിൽ 3 പുസ്തകങ്ങൾ എഴുതിയിട്ടുണ്ട്. ഒന്ന് ഊഞ്ഞാല എന്നുള്ള മറ്റൊരു പുസ്തകമുണ്ട്, ഊഞ്ഞാല. 2ാമത്തേത് തനിയെ. 3ാമത്തേത് മഴയോളങ്ങൾ. അപ്പൊ ഈ 3 പുസ്തകങ്ങൾക്കും അവർക്ക് അത്യാവശ്യം വേണ്ട എല്ലാ അവാർഡുകളും കിട്ടിയിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം 50 വയസ്സ് ആഘോഷിക്കുന്നതിൻ്റെ ഇടയ്ക്ക് ഒരു അവാർഡ് കിട്ടി. അത് മാഗ്ന ലിറ്ററേച്ചർ അവാർഡ്, അങ്ങനെ ഒരു അവാർഡ് കിട്ടി. അതിനുശേഷം സംസ്ഥാന ഗവൺമെന്റിന്റെ ബാലസാഹിത്യവേദിയുടെ ഒരു പ്രോത്സാഹന സമ്മാനം കിട്ടി. അപ്പോൾ അവർക്ക് കിട്ടേണ്ടതായിട്ടുള്ള അവാർഡുകളെല്ലാം കിട്ടിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് പുസ്തകം. അതൊരു ബാലകവിതാ സംഗ്രഹമാണ്. ആ പുസ്തകത്തിൽ 45 കവിതകളാണ് എഴുതിയിരിക്കുന്നത്. അപ്പോൾ ഈ കവിതകൾ എഴുതാനായിട്ട് ഉള്ള പ്രേരണ, അതിനെക്കുറിച്ച് ശ്രീമതി ശ്രീകല ഈ പുസ്തകത്തിൽ ദോരിമുത്ത് എന്ന 2 വാക്കുകൾ എന്ന ഒരു മുഖവരയിൽ പറയുന്നുണ്ട്. അതായത് ഈ പുസ്തകം എഴുതാനായിട്ട് അവരെ പ്രേരിപ്പിച്ചത് കുട്ടികളുടെ അധ്യാപികയായിരുന്നു എന്നുള്ള ഒരു കാരണമാണ്.
അയാൾ നിഷ്കാസിതനായിട്ട് മാറുകയും ചെയ്തു. അവയെ ഈ കുട്ടികൾക്ക് കൊക്കണി ഭാഷ സംസാരിക്കുന്ന കുട്ടികൾക്ക് എന്താണോ അന്യമായിക്കൊണ്ടിരിക്കുന്നത്, ഉദാഹരണം ഹേവാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണെന്ന് അറിഞ്ഞൂടാത്ത കുട്ടികളുണ്ടെന്നാണ് സുധാദേവി പറയുന്നത്. ശരിയുമാണ്. ഗുഗും അത് കുറച്ച് കടുപ്പമാണ്. കാരണം അത് മുതിർന്നവർക്ക് പോലും മനസ്സിലാകാത്ത കാര്യമാണ്. കുട്ടികൾക്ക് മാത്രമല്ല, മുതിർന്നവർക്ക് പോലും മനസ്സിലാകാത്ത കാര്യമാണ്. അപ്പൊ അങ്ങനെയുള്ള പേരുകൾ സെലക്ട് ചെയ്തുകൊണ്ടാണ്, തിരഞ്ഞെടുത്തുകൊണ്ടാണ് സുധാദേവി കമ്മത്ത് തന്റെ ഈ കവിതകൾ പൂർത്തീകരിക്കുന്നത്. അപ്പൊ അങ്ങനെ പീഡിക്ക് കായ്ക്കെഴുന്ന മുള്ളെന്തോ മൊത്തം നാലിനുണ്ട്. ഇത്ര ഗർസി അത് കൊക്കണി മാത്രമേ മലയാളികളെ കുടുംബങ്ങളിലും ശരി ಎಲ್ಲನೇ ಸಾಧನ ಪಂಡೆ ಗರ್ಸಿನത്തിൽ ഗവർണാസിന് നമ്മളെ ഗർസിൻ കർത്തെ തിങ്കൈനി വകൽകൊണ തെഗുസ്കോറോ ജാനാസിൻതോ अंगेले आता मुंगिले गर्सन करते पाले देनी अंगे मशीन्स करते हैं तेरे मशीन्स करते हैं तो आता मुकारे तो तेरे करना किधर जाता हूँ ना इतना एक उदाहरण आसन करे गर्सन ओरो करते गर्सन ओरो बात अगर वगोगंगे नडचे तेरे मगर ये गर्सेन धान्यങ്ങൾ താണ് അങ്ങനെ ഗോ തസന സാധനങ്ങൾ गर्सेन तो खर्चे कई वगोगंगे तने अडकग मार्गे वगोगंगे खर्चे कई तसर कई गए खर्चे ना आता खर्चे ना तसेच ते गर्से का श्रीकला अंका प्रभात तू प्रदोष तू या जगाची आसु तू प्रभात तू प्रदोष तू या जगाची आसु तू प्रभात तू प्रदो तुमका अभिसंबोधन करून उत्तर द्यायचं म्हाका संतोश आसा. कोंकणी साहित्य अकादमी आता गेल्ले ह्या वर्साचे कार्यक्रमातून कोंकणी भाषा परिचय दिता साक्षरता परिपाडी तेचेरी कोंकणी साहित्याचो परिचय दिता खूप कार्यक्रम हांगा सांगा सगळे तुमकां ते आतां बाल साहित्य अकादमीचे प्रकाशन जालें. हातूंत तिनी कार्यक्रमाक भाषेचे रंगाची प्राधान्य आवश्यकता आसा. मिन पुतळील मदीचे पगरा कळो चुन्नो सगळा मुलबची बैलो संगोवची बैला सगळे शेणे ममाली सुन्नो लोकल संघटनेसाठी साമ്പത്തിക पूर्णसेकरण तोक्यानं साहित्यानं त्याला एक शाखा मान्यता दे साकरनी कसले प्रोग्राम लो कशीता ते अंगे प्रोग्राम जाले कारण प्रोग्राम कांगे को जाले मगर अंगेले साहित्य अकादमीचो अध्यक्ष मटे ಸ್ವಲ್ಪ ಗೌರವಕಾರನ ತಾಸ್ತೋ ಮಟೆಲೆ ಮೇಯರ್ ಸಂಗಿ ಮರಿ अकादमी अध्यक्ष तितले गौरवकारण नाही थोडे आमकां आदम आमकां आता येन ड्रॉइंग ताजे सेक्रेटरी नवीन कुमार चाय प्रोग्राम आमगे कोंकणी भाशेक करता ते आमगे कोंकणी भाशेक आशिल्ले मुखार रोज पुरोगती मुखार रोज अशी कार्यक्रमाक
छान प्रवर्तन तो मनीष करता असं. कागदा कृती प्रसिद्धीत केलेले आहे. मला व्हॉट्सअप ग्रुप पासून म्हाका पत्तू जाले ह तातूंतले 2-3 काही म्हाका सांगून तेंच्या नाम दिसत म्हाका सांगा बालभूमी सारस्वतवाणी इन तांतू सगळं रचनेകൾ स्त्रीगळांक प्रसिद्धीत करपाक अमेरिकन ऑनलाइन एक पत्रांतून ओरकून नवो प्रिय सगळी म्हळ्यार एका कविता प्रसिद्धीची गेलेली आसता. ते म्हणटा माणिचप्पम एന്ന एक ചെട്ടുവാൻ മാസികയിൽ സ്ത്രീകളാൻ ബോറയില്ല ചാത്തുണ്ണിയുടെ പന്ത് എന്ന ഏക കുഞ്ഞി കവിത പ്രസിദ്ധീകരിച്ച ലേഖം 2015 മേഘന ലിറ്ററേച്ചർ അവാർഡ് സ്ത്രീകള അർഹജ ലേഖം അത് തേജമട്ട ദൈത്ത ആഴ്ച സ്ത്രീകളാൻ പല വാട്സപ്പ് ഗ്രൂപ്പ് ആകും സ്ത്രീകളാദല കൊങ്ങണി കവിതകൾ സാഹിത്യം സക പ്രസിദ്ധീകരിച്ച ലേഖ ഗുരുപ്പളമള ഏ കൊങ്ങണി പുസ്തക പ്രകാശനം ചംപു ചെയ്യവേള ശ്രീമത ശ്രീകളിക്ക് സകലവിധ ആശംസകളാണ് നേരാണ്. ഞാൻ നിൽക്കുന്ന എൻ്റെ സഹോദരങ്ങളുടെയും എൻ്റെ സുഹൃത്തുക്കളുടെയും മുന്നിലാണ്. സത്യത്തിൽ എന്താ പറയുക, വളരെയധികം സന്തോഷമുണ്ട് ഇന്നിവിടെ നിൽക്കുന്നതിൽ. ഞാൻ സത്യം പറഞ്ഞ ഏതൊരു എഴുത്തുകാരുടെയും ആദ്യത്തെ ഒരു ഇത് എന്താണെന്ന് വെച്ചാൽ സ്വന്തമായൊരു പുസ്തകം ഒരു സ്വപ്നമാണ്. ഞാൻ ആദ്യമായി എഴുതി തുടങ്ങിയത് മലയാളത്തിലായിരുന്നു. അപ്പോൾ എൻ്റെ ആദ്യ പുസ്തകം ഊഞ്ഞാല അത് പ്രസിദ്ധീകരിക്കാൻ എന്നെ ഏറെ സഹായിച്ചത് ഞങ്ങളുടെ കേരള സാഹിത്യവേദി പ്രസിഡന്റ് ശ്രീ ജി കെ പിള്ള സാറാണ്. ഞങ്ങളുടെയൊക്കെ സത്യം പറഞ്ഞാൽ ഗുരുവായിട്ട് വരും. സാറ് ഒത്തിരി എന്നെ അതിനെ പ്രോത്സാഹിപ്പിക്കുകയും ഒത്തിരി എന്നെ എന്താ പറയുക പുറകിൽ നിന്ന് കൊണ്ടുവരുന്ന ഞങ്ങളെ ഇങ്ങനെ മുന്നിൽ കൊണ്ടുവരാനും ഒക്കെ പിള്ള സാറ് വഹിക്കുന്ന പങ്ക് ചെറുതൊന്നുമല്ല. അതുപോലെ അന്താരാഷ്ട്ര പുസ്തകോത്സവത്തിലെ ഒരു യോഗത്തിൽ വെച്ചാണ് ഞങ്ങളുടെ പ്രിയപ്പെട്ട ഹരിദാസ് സാർ വഴിയാണ് ഞാൻ ഭാസ്കർ സാറിനെ പരിചയപ്പെട്ടത്. ഭാസ്കർ സാറിനെ പരിചയപ്പെട്ടപ്പോഴാണ് സത്യത്തിൽ എനിക്ക് എൻ്റെ ഭാഷയെപ്പറ്റി എൻ്റെ മാതൃഭാഷയെ പറ്റിയും എനിക്ക് എന്തെങ്കിലും ചെയ്യണം, എൻ്റെ മാതൃഭാഷയ്ക്ക് വേണ്ടി എനിക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യണമെന്നൊരു ഇത് വന്നത്, ഒരു ചിന്ത വന്നത് ഭാസ്കർ സാറിനെ പരിചയപ്പെട്ടതുപോലെയാണ്. അത് അടുത്തറിയാൻ പറ്റുന്നു, ഇപ്പോഴും ചൊല്ലിക്കൊണ്ടിരിക്കുകയാണ്. അത് ഞാൻ യൂട്യൂബ് ഷോർട്സ് ഇടുന്നത് ഓരോ സൺഡേയും വന്നിടുന്നത് 45ഓളം കുട്ടികൾ എൻ്റെ ചെറിയ ചെറിയ കവിതകൾക്ക് ശബ്ദം നൽകുകയുണ്ടായി. കേരളയുടെ ആഭിമുഖ്യത്തിൽ 2025 ഓഗസ്റ്റ് 20 എറണാകുളം ഭാരത് ടൂറിസ്റ്റ് ഹോമിൽ വെച്ച് നടക്കുന്ന ബാലസാഹിത്യ ആശംസകൾ നേരുന്നു. പ്രശസ്ത എഴുത്തുകാരി ശ്രീമതി ശ്രീകല സുഗാദിയ കമ്മത്ത് രചിച്ച ഈ നമ്മുടെ കുട്ടികൾക്ക് അറിവും സന്തോഷവും പകരുമെന്ന് ചിന്തിക്കുന്നു. കൊങ്ങണി ഭാഷയുടെയും സാഹിത്യത്തിന്റെയും വളർച്ചയ്ക്ക് വിശദമാണ്. ഇന്ത്യയിലെയും കൊങ്ങണി എവിടെയും കൊങ്ങണി മാന ദിവസ് ആയി ആഘോഷിക്കുന്ന ഈ ദിവസം തന്നെ പുസ്തക പ്രകാശനം നടത്താൻ സാധിച്ചത് ഏറെ പ്രാധാന്യം അർഹിക്കുന്നു. ഇത് കൊങ്ങണി ഭാഷയും സാഹിത്യവുമായുള്ള നിങ്ങളുടെ പ്രതിബദ്ധതയുടെ തെളിവാണ്. ഭാഷയുടെയും സംസ്കാരത്തിന്റെയും സംരക്ഷണത്തിൽ കൊങ്ങണി സാഹിത്യ അക്കാദമി വഹിക്കുന്ന പങ്ക് അഭിനന്ദാർഹമാണ്. ഈ ചടങ്ങ് വൻ വിജയമാകട്ടെ എന്നും ശ്രീമതി ശ്രീകല സുഗാദിയ കമ്മത്തിന് ഭാവിയിൽ കൂടുതൽ മികച്ച രചനകൾ എഴുതാൻ സാധിക്കട്ടെ എന്നും ഞാൻ ആശംസിക്കുന്നു. സ്നേഹപൂർവ്വം तम्मिल वर्तमानलो छोड़े पड़ी अवगे भाषे वर्तमानलो सिक्कुगा चेदु स्कूल आगे जगड़े तंगसे मलयाളം ഭാഷ പറഞ്ഞാലി അവगे കുടുംബായ അമ്മ തഞ്ച് നമ്മൾ നെഞ്ച കൊച്ചി തങ്ക മാത്രം ഒതുങ്ങി നമ്മൾ വായ വൈദ്യുതി असे सगळीकडे कोंकणी भाषा आमगे भाषा मातृभाषा ती माताचा उल्लेख त्यामुळे आमगे तीर्माना मी स्वयं काढलेली आहे भाषेक प्राधान्य म्हणायचं.